അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രത്യേക ശൈലിയാണ്. അദ്ദേഹം തന്നെ പാടി അവതരിപ്പിച്ച പാട്ടായതുകൊണ്ട് ആ പാട്ടിൻ്റെ അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലിയും അദ്ദേഹത്തിൻ്റെ ശബ്ദവും എല്ലാം നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു ശൈലിയാണ്. അപ്പം അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ള പാട്ടുകളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഭൂരിഭാഗം പാട്ടുകളും അദ്ദേഹം ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഏകദേശം 1-2 രാഗങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. പൂർണ്ണമായിട്ടല്ലെങ്കിൽ കൂടി ആ രാഗത്തിൻ്റെ സ്വഭാവം അതിൽ നമുക്ക് കൂടുതലായി കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് എനിക്ക് കൗതുകകരമായി തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ തുടക്കം അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന പാട്ട് എന്ന് പറയുന്നത് ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ എന്ന് പറയുമ്പോൾ ആ ആദ്യത്തെ ആ 2 വരി ഈ പാടിയ ഭാഗം എന്ന് പറയുന്നത് ശുദ്ധ സന്യാസിയാണ്. സഗമപനി സനി പമഗ സനി സഗമപനി പ ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ പാപ മപ മഗ സനി. ഇതാണ് സംഭവം. പിന്നീട് മാറി വരുന്നതിൽ കൂടി തുടക്കം തന്നെ അദ്ദേഹം ശുദ്ധ സന്യാസി രാഗം ബേസിട്ടാണ് പാട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നീട് വന്ന പാട്ടുകളെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ രാഗത്തിൻ്റെയാണ് ചിട്ടപ്പെടുക. ഈ രാഗം അല്ലെങ്കിൽ ഇടയ്ക്ക് അഭേരി വരും. അതിനുശേഷം വന്ന് തെമ്മ തെമ്മ തെമ്മാടിക്കാറ്റ് പാപ്പ ഗമ പാപ്പ മഗസ. പിന്നീട് വന്ന പാട്ടുകൾ ഏത് നോക്കിയാലും അഴകാലില മഞ്ഞച്ചരടിലെ പൂത്താലി തരനാന തനനനനന തനനനനന ലാലലലലലലല താലലലലലല. അപ്പോൾ ഈ പ്രയോഗം ഈ 5 സ്വരങ്ങൾ അല്ലെങ്കിൽ ശുദ്ധ സന്യാസി രാഗത്തിലാണ് അതിൻ്റെ സഞ്ചാരങ്ങൾ വരുന്നത്. കലർപ്പുണ്ടെങ്കിൽ കൂടി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ പിന്നീട് കടുന്തുടിയെവിടെ പമഗമപ മണിക്കിനാവിൻ കൊതുമ്പു വെള്ളം തുഴഞ്ഞു വന്നു പനീനി സനി പാമമ പാനി പാപ ലലലലലലലല ഗമമ പമമ ഗസ. അപ്പം അത്രയും സംഗീതം ഉള്ളിലുള്ള അല്ലെങ്കിൽ സംഗീത ജ്ഞാനമുള്ള ഒരു സംഗീത സംവിധാനമാണ് ജാസി. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം ചെയ്തു വെച്ച ഡപ്പാങ്കുത്ത് പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം അതിനെ വിലയിരുത്തുമായിരിക്കും. പക്ഷെ അത് നമ്മുടെ എന്താ പറയുക, നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് അറിയാതെ കൊണ്ടാണെന്ന് ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്തു വെച്ച പാട്ട് നോക്കിയാൽ എല്ലാം രാഗ അധിഷ്ഠിതമാണ്. ഈ ഒരേ രാഗത്തിൻ്റെ പാട്ടുകൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.